Happy New Year to all my dear students. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ടുഡേ I am going to take the next topic, that is continuation of parts of keyboard. In that, first section is backspace key. എന്താണ് ബാക്ക്സ്പേസ് കീ? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്തൊക്കെ പഠിച്ചായിരുന്നു? ആൽഫബറ്റ് കീസ് പഠിച്ചു, നമ്പർ കീസ് പഠിച്ചു, സ്പെഷ്യൽ കീസ് പഠിച്ചു, പിന്നെ ക്യാപ്സ് ലോക്ക് കീ പഠിച്ചു, സ്പേസ് ബാർ കീ ഒക്കെ പഠിച്ചു. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ബാക്ക് സ്പേസ് കീ. എന്താണ് ബാക്ക് സ്പേസ് കീ? ബാക്ക് സ്പേസ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ? ഈ സൈഡിൽ കണ്ടോ, ബാക്ക് എന്ന് എഴുതിയിട്ടൊരു ആരോ ഇട്ടേക്കുന്നത് കണ്ടോ? അതാണ് ബാക്ക് സ്പേസ് കീയുടെ ബട്ടൺ. ഓക്കെ, ദെൻ നോക്കിക്കേ, ഇതെന്താണ്? ദിസ് കീ ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ലെറ്റേഴ്സ് ബാക്ക്വേർഡ്സ്. അതായത് ഈ കീസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റേഴ്സിനെ ബാക്ക്വേർഡായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിസ്സ് റെഡ് എന്ന് എഴുതി. ഓക്കെ, മിസ് ഇപ്പോൾ റെഡ് എന്ന് എഴുതിയിട്ട് മിസ്സിനത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബാക്ക് സ്പേസ് അടിച്ചാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ ലെറ്ററായിട്ട് മാഞ്ഞു പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഡി എന്ത് ചെയ്യും? ഡിലീറ്റ് ആയിപ്പോൾ. ദെൻ അടുത്ത ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ റെഡിൻ്റെ ഇ ഡിലീറ്റ് ആയിപ്പോൾ. ദെൻ അടുത്ത ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ആർ ഡിലീറ്റ് ആവും. അങ്ങനെ ടോട്ടൽ ആ വേർഡ് ഡിലീറ്റ് ആയി. അതേപോലെ ബാക്കിലോട്ട് വേർഡുകളെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബാക്ക് സ്പേസ് കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലേസ് ദ കഴ്സർ ആഫ്റ്റർ ദ ലെറ്റർ യു വാണ്ട് ടു ഡിലീറ്റ്. അതായത് നമുക്ക് ഏത് ലെറ്റർ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മൗസ് കഴ്സർ വെക്കുക. ഓക്കെ, അപ്പോൾ മൗസിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, കഴ്സർ പോയിൻ്റ്. ആ കഴ്സർ പോയിൻ്റ് ഏത് ലെറ്റർ ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെക്കണം. ഓക്കെ, ദ കഴ്സർ സ്റ്റാർട്ട്സ് ബ്ലിങ്കിങ്, പ്രസ് ദ ബാക്ക് സ്പേസ് കീ. അപ്പോൾ എന്ത് സംഭവിക്കും? കഴ്സർ എന്ത് ചെയ്യും? ബ്ലിങ്കിങ്, സ്റ്റാർട്ട്സ് ബ്ലിങ്കിങ്. അതായത് ഒരിടത്ത് തന്നെ നിൽക്കത്തില്ല, എങ്ങനെ എന്ത് ചെയ്യും? വിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അന്നേരം എന്ത് ചെയ്യുക? പ്രസ് ദ ബാക്ക് സ്പേസ് കീ. അന്നേരം എന്ത് ചെയ്യുക? ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? ബാക്ക് സ്പേസ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റേഴ്സിനെ ബാക്ക്വേർഡായിട്ട് പുറകോട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് ലെറ്റർ ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ലെറ്ററിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കഴ്സർ വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് സ്പേസ് കീ അടിക്കുമ്പോൾ ആ ലെറ്റർ എന്ത് ചെയ്യും? മാഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ എന്താണ് ബാക്ക് സ്പേസ് കീ എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത എന്തെന്നറിയാമോ? ഡിലീറ്റ് കീ. ഡിലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണം. അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് കീ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ? അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡ് കണ്ടോ ഡിലീറ്റ് ബട്ടൺ? ഓക്കെ, അപ്പോൾ ഡിലീറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് കീ ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ലെറ്റേഴ്സ് ഫോർവേഡ്. എന്താണ് ഈ കീ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫോർവേഡ്, മുന്നോട്ടുള്ള ലെറ്റേഴ്സിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത്. അതായത് ബാക്ക് സ്പേസ് കീയുടെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ പുറകോട്ടുള്ള ലെറ്റേഴ്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യും. മുന്നോട്ടുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് ബട്ടൺ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ബട്ടൺ എന്നൊപ്പം പറയുന്നത് എന്താ? ബാക്ക് സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫങ്ഷൻ അല്ലേ? പ്ലേസ് ദ കഴ്സർ ബിഫോർ ദ ലെറ്റർ യു വാണ്ട് ടു ഡിലീറ്റ്. അതായത് കഴ്സർ എവിടെ വെക്കണം? നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെറ്ററിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വെക്കണം. ബാക്ക് സ്പേസ് കീയിൽ എങ്ങനെയായിരുന്നു? നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആഫ്റ്റർ. ഇപ്പോൾ റെഡ് എന്നാണെങ്കിൽ ഡി ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡി കഴിഞ്ഞിട്ടാണ് കഴ്സർ വെക്കുന്നത് അല്ലേ? എന്നാൽ ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ എവിടെ വരണ്ടേ? ഡിക്ക് മുമ്പ് നമ്മൾ വെക്കണം. അല്ലെങ്കിൽ റെഡിന് മുമ്പ്, ആറിന് മുമ്പായിട്ട് വേണം കഴ്സർ വെക്കാനായിട്ട്. ഓക്കെ, ദ കഴ്സർ സ്റ്റാർട്ട്സ് ബ്ലിങ്കിങ്, പ്രസ് ദ ഡിലീറ്റ് കീ. അപ്പോൾ കഴ്സർ ഇതേപോലെ തന്നെ ബ്ലിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം എന്ത് ചെയ്താൽ മതി? ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഡേറ്റ ഡിലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് കീയും മനസ്സിലായല്ലോ അല്ലേ? ദെൻ അടുത്ത എന്തെന്നറിയാമോ? എൻ്റർ കീ.
എന്താണ്? എൻ്റർ കീ. എൻ്റർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ടൈപ്പിംഗ് ഫ്രം എ ന്യൂ ലൈൻ. നമ്മൾ എൻ്റർ കീ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്ക് പുതിയൊരു ലൈനിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ അപ്പയോടോ അമ്മയോടോ പറഞ്ഞേച്ച് എന്ത് ചെയ്യണം? ഒരു വേർഡ് ഓപ്പൺ ചെയ്യണം. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കേട്ടോ. അത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിച്ചോ. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ലൈനിലേക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എൻ്റർ ബട്ടന് ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ലൈൻ, പുതിയ ലൈനിൽ ആ കേഴ്സർ വന്ന് നിൽക്കും. അപ്പോൾ പുതിയ ലൈനിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ആ ലൈനിന് നേർക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ എൻ്റർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ടൈപ്പിംഗ് ഫ്രം എ ന്യൂ ലൈൻ. പുതിയ ലൈനിലേക്ക് ടൈപ്പ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? എൻ്റർ കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് സ്പേസ് കീ എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടുള്ള ലെറ്റേഴ്സ് ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഡിലീറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ് ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. എൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ലൈനിലേക്ക് നമുക്ക് ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എൻ്റർ കീ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. എൻ്റർ കീയുടെ ഒരു എക്സാമ്പിൾ കണ്ടോ? ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. മൈ നെയിം ഈസ് സാറ, ഐ ആം 6 years old. എന്താണ്? മൈ നെയിം ഈസ് സാറ, എൻ്റെ പേര് സാറ എന്നാണ്. ഐ ആം 6 years old. ഞാൻ 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 6 വയസ്സുണ്ട് അല്ലേ? അപ്പോൾ അത് എങ്ങനെ എഴുതിയേക്കുന്നത്? അത് ഒറ്റ ലൈനായിട്ട് എഴുതിയേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കതിനെ 2 ലൈനാക്കണം. അപ്പോൾ 2 ലൈൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൈ നെയിം ഈസ് സാറ ഡോട്ട് അല്ലേ, ഫുൾ സ്റ്റോപ്പ് അവിടെ നിർത്തുവാണ് അല്ലേ. അതിനുശേഷം നമ്മുടെ കേഴ്സർ കൊണ്ടൊന്ന് വെക്കണം. ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിക്കേ. മൈ നെയിം ഈസ് സാറ, ഐ ആം 6 years old. ഈ സെൻറ്റൻസിനെ നമുക്ക് 2 ലൈനിലേക്ക് ആക്കണം. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? മൈ നെയിം ഈസ് സാറ ഫുൾ സ്റ്റോപ്പ്. അത്രയും എഴുതിയിട്ട് കേഴ്സർ അവിടെ നിൽക്കുമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പ്രസ് ചെയ്യണം? എൻ്റർ കീ പ്രസ് ചെയ്യണം. മനസ്സിലായോ? എൻ്റർ കീ പ്രസ് ചെയ്യുമ്പം ഈ കേഴ്സർ എന്ത് ചെയ്യും? പുതിയ ലൈന് വന്ന് നിൽക്കും. എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം ഐ ആം 6 years old. ഐ ആം 6 years old. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 സെൻറ്റൻസ് എന്തായി വന്നു? 2 ലൈനിലായിട്ട് വന്നു അല്ലേ. ഒറ്റ ലൈനിലുള്ള സെൻറ്റൻസിനെ ഞാൻ 2 ലൈനിലേക്കാക്കി. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ നമുക്ക് പുതിയ ലൈനിലേക്ക് വരണ്ടേ അവിടെ ചെന്നിട്ട് അവിടെ കേഴ്സർ എവിടെയാണോ നിൽക്കുന്നത് ആ കേഴ്സറിൻ്റെ അവിടെ നിന്ന് എൻ്റർ കീ കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ലൈനിലേക്ക് പോകും. ഓക്കെ, അത്രയും മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്ത എന്തെന്നറിയാമോ? ആരോ കീസ്. എന്താണ്? ആരോ കീസ്. ആരോ കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദെർ ആർ 4 ആരോ കീസ്. എന്താണ്? 4 ആരോ കീസ് ഉണ്ട്. ആരോ കീസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് മുകളിലോട്ടോ താഴോട്ടോ സൈഡിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ ഒക്കെ നമുക്ക് കേഴ്സറിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആരോ കീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരോ കീസ് എന്ന് പറയുന്നത് 4 എണ്ണമാണുള്ളത്. ദെർ ആർ 4 ആരോ കീസ്. എത്ര എണ്ണം ഉണ്ട്? 4 ആരോ കീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലെഫ്റ്റ്. എന്താണ്? ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ. നോക്കിക്കേ, ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ദേ ആർ ഓൾസോ കോൾഡ് കേഴ്സർ കൺട്രോൾ കീസ്. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? കേഴ്സർ കൺട്രോൾ കീസ് എന്നും പറയാം. ദേ ആർ ഓൾസോ കോൾഡ് കേഴ്സർ കൺട്രോൾ കീസ്. ഓക്കെ, ദേ ആർ ഓൾസോ കോൾഡ് കേഴ്സർ കൺട്രോൾ കീസ്. Okay, these keys help you move left, right, up or down on a screen. ഈ കീസ് എന്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും? ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മുകളിലോട്ടോ താഴോട്ടോ അപ്പ് ആൻഡ് ഡൗൺ അല്ലേ, മുകളിലോട്ടോ താഴോട്ടോ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ നമുക്ക് പോകണമെങ്കിൽ ഏത് കീ പ്രസ് ചെയ്താൽ മതി? ഈ ആരോ കീസ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിലോട്ടുള്ള ആരോ കണ്ടോ? എല്ലാവരും കണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേഴ്സർ എങ്ങോട്ട് പോവും? മുകളിലോട്ട് പോവും. ഇനി താഴോട്ടുള്ള ആരോ കീ കണ്ടോ എല്ലാവരും? അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങോട്ട് വരും? താഴോട്ട് പോവും.
അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഏത് ഭാഗത്തോട്ടാണോ നമുക്ക് സ്ക്രീനിൽ മൂവ് ചെയ്യിപ്പിക്കേണ്ടത് ആ ഭാഗത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കീ ആണ് എന്തെന്ന് പറയുന്നത് ആരോ കീസ് എന്ന് പറയുന്നത്. ആരോ കീസ് എന്ന് പറയുന്നത് ടോട്ടൽ 4 കീ ആണുള്ളത്. ലെഫ്റ്റ് ആരോ കീ, റൈറ്റ് ആരോ കീ, അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, കളർ ദ കീസ് ദാറ്റ് യു വിൽ യൂസ് ടു ടൈപ്പ് കീബോർഡ്. കളർ ദ കീസ് ദാറ്റ് യു വിൽ യൂസ് ടു ടൈപ്പ് കീവേഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കൊടുത്തിരിക്കുന്ന ഓരോ ലെറ്ററും കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കെയ്ക്ക് കളർ ചെയ്യുക, ഇക്ക് കളർ ചെയ്യുക, വൈക്ക് കളർ ചെയ്യുക, ഡബ്ല്യുവിന് കളർ ചെയ്യുക, ഒയ്ക്ക് കളർ ചെയ്യുക, ആറിന് കളർ ചെയ്യുക, ഡിക്ക് കളർ ചെയ്യുക. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്കൊരു ടാസ്ക് പോലെ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഫ്രീ ആണെങ്കിൽ മാത്രം ജസ്റ്റ് അതൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ദെൻ അടുത്ത എന്താ നോക്കിക്കേ, യൂസിങ് ഡിഫറെൻറ്റ് റോസ് ഓഫ് ദ കീബോർഡ്. എന്താണ്, കീബോർഡിൽ ഡിഫറെൻറ്റ് റോസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂസിങ് ഡിഫറെൻറ്റ് റോസ് ഓഫ് ദ കീബോർഡ്, കീബോർഡിൽ ഡിഫറെൻറ്റ് റോസ് യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് us ലേൺ ഹൗ ടു യൂസ് ദ ഡിഫറെൻറ്റ് റോസ് ഓഫ് ദ കീബോർഡ് ഫോർ ടൈപ്പിംഗ് യൂസിങ് അവർ ഫിംഗേഴ്സ്. അതായത് എങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് കീബോർഡിലുള്ള ഡിഫറെൻറ്റ് റോസ് ടൈപ്പ് ചെയ്യാനായിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ടൈപ്പ് ചെയ്യാം, മനസ്സിലായോ? കീബോർഡിലുള്ള ഡിഫറെൻറ്റ് റോസിനെ നമ്മുടെ കുഞ്ഞു വിരലുകളുണ്ടല്ലോ, നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ദ ആൽഫബറ്റ് കീസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 3 rows. ആൽഫബറ്റ് കീസ് 3 റോസായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ബ്ലൂ കളർ കണ്ടോ നിങ്ങളെല്ലാവരും? കീബോർഡിൽ ബ്ലൂ കളർ റോ കണ്ടോ? ഓക്കെ, ബ്ലൂ കളർ റോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ടോപ്പ് റോ. ആൽഫബറ്റ് കീയിലെ ബ്ലൂ കളർ റോ ഉണ്ടല്ലോ, ഏറ്റവും മുകളിലുള്ള റോയെ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ടോപ്പ് റോ എന്ന് പറയാം. എന്താണ് ടോപ്പ് റോ? രണ്ടാമത്തെ ലൈറ്റ് ഗ്രീൻ കളർ കണ്ടോ? ദാറ്റ് ഈസ് മിഡിൽ റോ. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? മിഡിൽ റോ. ലാസ്റ്റ് വൺ യെല്ലോ കളർ റോ ഉണ്ടോ? അതിനെ എന്തെന്ന് പറയാം? ബോട്ടം റോ. എന്താണ്? ബോട്ടം റോ. അപ്പം ഏതൊക്കെ കളറാണ്? ആൽഫബറ്റ് കീസ് നമുക്ക് 3 റോയായിട്ടാണ് ആൽഫബറ്റ് കീ ഉള്ളത്. ഫസ്റ്റ് റോ, ഏറ്റവും മുകളിലത്തെ റോയ്ക്ക് നമുക്ക് ടോപ്പ് റോ എന്ന് പറയാം. രണ്ടാമത്തെ റോയ്ക്ക് നമുക്ക് മിഡിൽ റോ എന്ന് പറയാം. ലാസ്റ്റ് റോയ്ക്ക് നമുക്ക് ബോട്ടം റോ എന്നും പറയാം. ഓക്കെ, ഇനി ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നത് മിസ്സ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും തറവായിട്ട് പഠിക്കുക. ബാക്ക് സ്പേസ് എന്താണെന്ന് പഠിക്കുക, ഡിലീറ്റ് ബട്ടൺ എങ്ങനെയാണെന്ന് പഠിക്കുക, എൻ്റർ കീയുടെ ഉപയോഗം പഠിക്കുക, ആരോ കീസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെന്താ പഠിച്ചേ? കീബോർഡിൻ്റെ ആൽഫബറ്റ് കീസ് 3 റോസായിട്ടാണുള്ളത്. ഏറ്റവും മുകളിലുള്ളത് ടോപ്പ് റോ, നടുക്കുള്ളത് മിഡിൽ റോ, താഴെയുള്ളത് ബോട്ടം റോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വായിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.